നെന്മാറ വലിപ്പാറ റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആലോചനാ യോഗം ചേർന്നു. റോഡിന് ശാപമോക്ഷം ലഭിക്കുമോ അതോ ദുരിതയാത്ര തുടരുമോ? ഏറെ പ്രതീക്ഷയോടെ നവീകരണ പ്രവർത്തനം തുടങ്ങിയ റോഡാണ് നെന്മാറ വലിപ്പാറ റോഡ്. റോഡിന്റെ പ്രതലം ബലപ്പെടുത്തി ഉപരിതലം ആധുനിക രീതിയിൽ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന പദ്ധതിയായിരുന്നു. റോഡിന്റെ നവീകരണ പ്രവർത്തനം തുടങ്ങിയപ്പോൾ പ്രദേശത്തുകാർ വളരെ ആഹ്ലാദത്തിലായിരുന്നു. സുഖകരമായ യാത്രാ സൗകര്യം സ്വപ്നം കണ്ട പ്രദേശവാസികൾക്ക് ലഭിച്ചതാവട്ടെ വർഷങ്ങൾ നീണ്ട ദുരിതയാത്രയും. പാതി പൊളിച്ച റോഡും പാറപ്പൊടിയും മണ്ണും ചെളിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു. വാഹനയാത്ര നരകതുല്യമായെങ്കിൽ റോഡിന് ഇരുവശവുമുള്ളവരുടെ താമസം ദുരിതപൂർണമായിരുന്നു. പൊടിയും ചെളിയും നിറഞ്ഞ പൊടിപടലങ്ങളിലൂടെ പലരും അസുഖബാധിതരായി. ഇതിലെ യാത്ര ചെയ്ത പല വാഹനങ്ങളും യന്ത്രത്തകരാർ സംഭവിച്ച് വഴിയിൽ കിടക്കാനും തുടങ്ങി. നിരവധി സമരങ്ങളും എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും ഉണ്ടായെങ്കിലും കരാറുകാരന്റെ കെടുകാര്യസ്ഥത പ്രശ്നം രൂക്ഷമാക്കി. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥരും ഉയർന്ന ജനപ്രതിനിധികളും പലതവണ പ്രശ്നത്തിലിടപെട്ട് റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കുവാൻ ശ്രമിച്ചെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ കരാർ കമ്പനി നിർമ്മാണ സാമഗ്രികളും യന്ത്രങ്ങളും കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചെങ്കിലും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. വഴിതടയൽ സമരങ്ങൾക്കും നിരവധി പ്രക്ഷോഭങ്ങൾക്കും എതിർപ്പുകൾക്കും സാക്ഷ്യം വഹിച്ചു. തിരഞ്ഞെടുപ്പുകളെപ്പോലും സ്വാധീനിക്കുന്ന വിവാദമായിട്ടും കരാറുകാരൻ കുലുങ്ങിയില്ല. തുടർന്ന് കെ പ്രേമൻ MLA ആലോചനായോഗം വിളിച്ചു ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ നെന്മാറയിലെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി പ്രതിനിധി, സർവകക്ഷി പ്രതിനിധികൾ, ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ, പ്രദേശവാസികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് കരാർ കമ്പനി പ്രതിനിധി മുൻയോഗങ്ങളിൽ പങ്കെടുക്കാത്തത് രൂക്ഷമായ വിമർശനത്തിന് കാരണമായി. റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കരാർ കമ്പനി പ്രതിനിധിക്ക് കർശനമായ നിർദ്ദേശം നൽകി. കർശനമായ അന്ത്യശാസനം ഇയാൾക്ക് വർക്ക് ആരംഭിക്കണം. നിലവിലുള്ള കോൺട്രാക്ട് ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അയാൾ ഇവിടെ വന്ന് ഇതേപോലെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിലല്ല പങ്കെടുക്കണം. അല്ലെങ്കിൽ ടെർമിനേഷൻ, അതിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾ AXയും ബന്ധപ്പെട്ട ആളുകളും അടിയന്തരമായി ആരംഭിക്കുക. ഇതിപ്പോൾ ജൂലൈ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റോടുകൂടി ടെർമിനേഷൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരിക്കണം. മനസ്സിലായ? ആഗസ്റ്റിൽ പുതിയ ടെൻഡറും മറ്റു വർക്കുമായിട്ട് സെപ്റ്റംബറോടുകൂടി നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയുന്ന പോലെ ആരംഭിച്ച മതിയാവും. ഇതാണ് ഇപ്പോഴത്തെ ഒരു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അന്ത്യശാസനം അയാൾക്ക് ആർക്ക് നിങ്ങളുടെ മുതലാളിക്ക്. അപ്പൊ ഇവിടുന്ന് അതിന് ഒരിക്കലും ഒന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു അന്ത്യശാസനം കൊടുക്കാൻ ഒഫീഷ്യലി കഴിയില്ല. നമുക്ക് കഴിയും, അവർക്ക് നിയമപരമായിട്ട് കഴിയൂ. അയാൾക്ക് നോട്ടീസ് കൊടുത്ത് ഒരു മാസം അയാളുടെ മറുപടിക്ക് അങ്ങനെയൊക്കെ അവർക്ക് കഴിയും. റോഡ് നവീകരണ പ്രവൃത്തി കോടതിയിലായതിനാൽ ഒരു മാസത്തിനകം കോടതി വിധി സമ്പാദിച്ച് റോഡിന്റെ നവീകരണ പ്രവൃത്തി സമയബന്ധിതമായി തുടങ്ങുവാനും പൂർത്തിയാക്കുവാനും കരാർ കമ്പനി പ്രതിനിധി സമ്മതിച്ചു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സമയബന്ധിതമായി റോഡ് നവീകരണം പൂർത്തിയാക്കാമെന്ന യോഗത്തിൽ ഉറപ്പു നൽകി. യോഗത്തിൽ കെ പ്രേമൻ MLA അധ്യക്ഷനായി. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ്, നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ, അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ, സർവകക്ഷി പ്രതിനിധി SM ഷാജഹാൻ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.